പ്രിയപ്പെട്ട നമസ്കാരം. ഇന്ന് നമ്മുടെ 30ാമത്തെ എപ്പിസോഡാണ്. സിനിമയും ജീവിതവും, അതായത് മൈ ലൈഫ് മൈ മൂവി. ഇന്നത്തെ നമ്മുടെ ഒരു കണ്ടന്റ് അത്യാവശ്യം കേരള പോലീസിന്റെ ഒരു ജനനമാണ് അല്ലെങ്കിൽ തുടക്കമാണ് എന്ന് പറയാം. കാരണം കോളനി മൂവിയിൽ ഏകദേശം 100-200 ആർട്ടിസ്റ്റുകൾക്ക് അവസരം കൊടുത്തിട്ടും ഒരുപക്ഷെ സെലിബ്രിറ്റി ഉണ്ടായിട്ടും ഹൈ ക്വാളിറ്റി ക്യാമറ കൊണ്ട് തുടക്കം ചെയ്തെങ്കിലും ലൈറ്റ് യൂണിറ്റിനെ വിളിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒരു ഫലവും ഉണ്ടായില്ല എന്ന് വെച്ചാൽ ഒന്ന് അത് മാർക്കറ്റ് ഇല്ലാതായി പോയി. കാരണം സാമ്പത്തികത്തിന്റെ ആ അടിത്തറ ഇളകിയതോടുകൂടി കോളനി മൂവിയുടെ അൺബാലൻസിലേക്ക് പോയി. കോളനി മൂവി എന്തായിരുന്നു പറഞ്ഞു വെച്ച കഥ, എത്ര ദിവസം കൊണ്ട് ഷൂട്ട് തീർക്കാം, അതെല്ലാം പെട്ടെന്ന് നിഷ്ഫലമായി. 2 വർഷത്തോളം എടുത്തു, കണ്ടിന്യൂറ്റി പോയി. പിന്നീട് എങ്ങനെങ്കിലും തീർക്കാൻ വേണ്ടി കുറച്ച് ആർട്ടിസ്റ്റുകളുടെ അലമ്പും കാര്യങ്ങളും കുത്തിത്തിരിപ്പൊക്കെ ആയപ്പോൾ മനസ്സ് മടിച്ചു പോയി. കാരണം ഒരു ആർട്ടിസ്റ്റ് നമ്മൾ എഴുതിയ ഒരു കഥ, ഒരു കഥാപാത്രം, അത് നമ്മുടെ ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആ ക്യാമറയുടെ സ്ക്രീനിൽ കൂടി കാണുന്നത് നമ്മളെ മോശം പറഞ്ഞ, അല്ലെങ്കിൽ നമ്മളെ പുച്ഛിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്റ്റ്, നമ്മളൊരു അവസരം കൊടുത്ത ഒരു ടീം നമ്മളെ മോശമായിട്ട് ചിത്രീകരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേദനയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഔട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും കാസ്റ്റ് ചെയ്തു പോയി. അതിൻ്റെ പേരിൽ എങ്ങനെയെങ്കിലും തീർത്ത് വിടണം എന്നുള്ള ഒരു മൈൻഡിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ തന്നെ പറ്റിയിട്ടില്ല. എങ്ങനെയെങ്കിലും ഒരർത്ഥത്തിൽ എഡിറ്റ് വരെയും ഞാൻ ചെയ്തിട്ടാണ്, അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് തന്നെ ആയാലും ഒരു കുറച്ച് അറിയപ്പെടുന്ന സെലിബ്രിറ്റിയെ ഇട്ട് കഴിഞ്ഞാൽ പടം നന്നാവുമോ? ഇല്ല. 2-3 ക്യാമറ കൊണ്ട് ചെയ്താൽ പടം നന്നാവുമോ? അതുമില്ല. അപ്പോൾ ഇതിനൊക്കെ വേണ്ട ഒരു ഐക്യമാണ്. ഒരു ഷൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമായിരിക്കണം. എല്ലാവരും കൂടി വിജയമാണെങ്കിലും തോൽവിയാണെങ്കിലും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതായിരുന്നു ഒരു പോസിറ്റീവ്. പക്ഷേ ആ പോസിറ്റീവ് തകർന്നതോട് കൂടിയിട്ട് സിനിമയെ നന്നായിട്ട് ബാധിച്ചു. വരുന്ന ആർട്ടിസ്റ്റുകൾ, ഈ സെറ്റിലുള്ള മുൻ ആർട്ടിസ്റ്റുകൾ എന്തെങ്കിലും ചെറിയൊരു കാര്യം പറയുമ്പോൾ പുതിയതായിട്ട് ചെറിയൊരു സീനകത്ത് വന്ന് ആക്ട് ചെയ്യാൻ വരുന്ന ആൾക്കാർ പരസ്പരം മുൻപുള്ള ആർട്ടിസ്റ്റും പുതിയതായിട്ട് വന്ന ആർട്ടിസ്റ്റും കൂടി മാറിയിരുന്ന് ആ സിനിമയെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷനെ കുറിച്ചിട്ട്, സംവിധായകനെ കുറിച്ചിട്ട്, ക്യാമറമാനെ കുറിച്ചിട്ടൊക്കെ വന്നതെന്തിനാണ്? സിനിമയിൽ അഭിനയിക്കാനാണ്. അപ്പോൾ നമ്മളൊരു ഡ്രീമാണ്, അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ്. പിന്നെ പലരും പറഞ്ഞിട്ടുണ്ട് കോളനി മൂവി കൊള്ളില്ല, അല്ലെങ്കിൽ ഡയറക്ഷൻ ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഒരാളാണ് ഞാൻ എന്നൊക്കെ. അപ്പോൾ ഞാനത് തുടക്കം തന്നെ പറഞ്ഞിരുന്നു. കാര്യം ഔഡി പ്ലസ് എന്ന് പറഞ്ഞ മൂവി എടുത്തിട്ടുള്ളായിരുന്നു, തട്ടിക്കൂട്ട് മൂവി. രണ്ടാമത് എൻ്റെ കയ്യിൽ പൈസയും ഇല്ലെന്ന് പറഞ്ഞു. ഞാനൊരു പുതിയ ഡയറക്ടറാണെന്ന് അറിയാം. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് എല്ലാ ആർട്ടിസ്റ്റുകളും വന്നതും. അല്ലാതെ ഞാൻ ബാഹുബലി ചെയ്ത ഡയറക്ടറാണെന്നോ, അല്ലെങ്കിൽ 50 സിനിമ മോഹൻലാലിനെയും മമ്മൂട്ടിയെ വെച്ച് ചെയ്ത ഒരു ഡയറക്ടറാണെന്നോ, അല്ലെങ്കിൽ ഹിറ്റുകൾ സമ്മാനിച്ച ഒരു ഡയറക്ടറാണോ, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ട് ആരെയും വഞ്ചിച്ചിട്ടൊന്നുമല്ല നമ്മൾ പ്രോജക്റ്റ് തുടങ്ങിയത്. ഈ പറയുന്ന ആർട്ടിസ്റ്റുകൾ, അതായത് നമ്മളെക്കുറിച്ച് മോശം പറയുന്ന, നമ്മുടെ പ്രൊഡക്ഷനെ കുറിച്ച് മോശം പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ സിനിമയെക്കുറിച്ച് മോശം പറയുന്ന ഈ ആർട്ടിസ്റ്റുകളിൽ ഏതെങ്കിലും ഒരാൾ പോലും ഒരു സെലിബ്രിറ്റിയുടെ കൂടെ ഒരു ചായ കൊണ്ടു കൊടുക്കുന്ന സീനിൽ അഭിനയിച്ചതായിട്ട് 100-ൽ 98% ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ട് അവസരം കിട്ടിയില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു കഥാപാത്രം ആരും തന്നില്ല? ഏതെങ്കിലും ഇതിനകത്തിപ്പം ഒരു 6-7 സെലിബ്രിറ്റീസ് ഉണ്ട്. അവരുടെ കൂടെ ഏതെങ്കിലും ഒരു സീൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇന്നോളം കഴിഞ്ഞിട്ടില്ല. നമ്മൾ അവസരം കൊടുത്ത ഒരു ആർട്ടിസ്റ്റിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ പരിശോധിച്ചപ്പോൾ അത്യാവശ്യം ഇന്നോളം മറ്റൊരു സിനിമയിലും വലുതായിട്ട് ഇറങ്ങിയിട്ടില്ല, അതായത് കോളനി ഇറങ്ങുന്നതിന് മുൻപായിട്ട്. അപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഒരു അവസരം കൊടുത്തു, അവരുടെ കൂടെ ആക്ട് ചെയ്തു. അതൊരു വ്യക്തിയല്ലേ? രാജേട്ടൻ, മോളിച്ചേച്ചി, രാജാ സാഹിബ്, കോബ്ര രാജേഷ്, അഷ്റഫ് ഗുരുക്കൾ, പ്രസീത ചാലക്കുടി, ബൈജുക്കുട്ടൻ, പിന്നെ പ്രശസ്തമായ സിംഗേഴ്സ്. അപ്പോൾ ഇത്രയും വലിയ ഒരു നമ്മളെക്കാഴിയൊക്കെ 10 ഇരട്ടി മുന്നിൽ നിൽക്കുന്ന ആ താരങ്ങളോടൊപ്പം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അഭിനയിക്കാൻ ഒരു അവസരം കിട്ടുക, അതിനൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുത്തപ്പോൾ അത് വെറും നിസ്സാരമായി തള്ളിക്കളഞ്ഞിട്ട് വീണ്ടും പല പല ആൾക്കാരുടെയും കാല് പിടിച്ച് നടക്കുകയാണ് പല ആൾക്കാരും. അപ്പോൾ അത് എന്തിനായാലും അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞ കാരണം, ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുത്തിട്ടും നമ്മുടെ പ്രോജക്റ്റിനെ നമ്മൾ തന്നെ മോശം പറയുമ്പോൾ പിന്നീട് ആരാണ് നമ്മളെ നല്ലതെന്ന് പറഞ്ഞ് നമുക്ക് ഒരു ഹൈപ്പ് തരുന്ന ആരാണ്? ആരും തരില്ല. നമ്മൾ ചെയ്ത മോശമായാലും നല്ലതാണെങ്കിലും നല്ലൊരു പ്രോജക്റ്റാണ്, ഒരു ചെറിയ പ്രോജക്റ്റാണ്. അപ്പോൾ അതിനെ ഷെയർ ചെയ്യാൻ തന്നെ പല ആർട്ടിസ്റ്റുകളും മുന്നോട്ട് വന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, 200 ആർട്ടിസ്റ്റുകൾക്ക് കോളനി മൂവിയിൽ അവസരം കൊടുത്തിട്ട് ഏകദേശം 10 പേരിനകത്താണ് ആ മൂവി ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 200 പേര് ഷെയർ ചെയ്തായിരുന്നെങ്കിൽ അത് ഏകദേശം 20,000 പേരിലേക്ക് ആ മൂവി എത്തേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. കാരണം നമ്മുടെ വിലപ്പെട്ട സമയമാണ്. അപ്പോൾ അത് ഒരു കാരണവശാലും മനസ്സലിഞ്ഞ് മറ്റുള്ള ആൾക്കാർക്ക് അവസരം കൊടുക്കേണ്ട കേസ് കിട്ടില്ല. പണിയെടുക്കാനും ഫണ്ട് മുടക്കാനും കട്ടയ്ക്ക് നിൽക്കാനും പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അവരെ വെച്ചിട്ട് സിനിമ ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനമായി അന്ന്. അപ്പോൾ ദി കേരള പോലീസ്, കാര്യം ഇത്രയൊക്കെ ഫ്ലോപ്പുകൾ വന്നപ്പോഴും നമ്മുടെ ജീവിതമാണ് അവിടെ പോയത്, നമ്മുടെ പ്രതീക്ഷകളാണ്. നമുക്ക് മിത്രങ്ങളായി നിന്ന ആർട്ടിസ്റ്റുകൾ പലരും തന്നെ ശത്രുക്കളായി മാറിയ ഒരു സിറ്റുവേഷനാണ് കോളനി മൂവി കൊണ്ട് എനിക്കുണ്ടായത്. എങ്കിൽ ഇത്രയും പേർക്കും കുറച്ചറിയപ്പെടുന്ന താരങ്ങളുടെ കൂടെ അഭിനയിക്കാൻ, അത് ഇനിയിപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും കോളനി എന്ന് പറയുന്ന സിനിമ അതങ്ങനെ തന്നെ നിൽക്കും. അത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഞാനപ്പോൾ ആലോചിച്ചു, ഇത്രയൊക്കെ ബാധ്യതയായി. അപ്പോൾ ഇനി ഒരു വലിയ ക്രൗഡിനൊന്നും
അവസരം ഞാനായിട്ട് സൃഷ്ടിക്കുന്നില്ല. എനിക്ക് വേണമെങ്കിൽ 500 കണക്കിന് ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ഇനിയും ചെയ്യാം. പക്ഷേ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഒരു പോസ്റ്റർ ഷെയർ ചെയ്യാൻ പോലും ആവാത്ത ആൾക്കാരെ നമ്മൾ ഇത്രയൊക്കെ സ്ട്രഗിൾ എടുത്ത് ഇത്രയൊക്കെ കടങ്ങൾ വരുത്തി കേസുകൾ വന്നു, പട്ടിണി കിടക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ സ്ട്രഗിൾ എടുത്തിട്ട് എന്ത് നേട്ടമാണ് നമുക്കുള്ളത്? അപ്പോൾ അതുകൊണ്ട് ആ പരിപാടി ഞാൻ അവിടെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനിയും പ്രോജക്റ്റുകൾ ചെയ്യണം. വളരെ സിമ്പിളായി ചെയ്യണം. അപ്പോൾ ദി കേരള പോലീസ് എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്. കൊല്ലത്ത് വെച്ച് 2 കുട്ടികളെ കാണാതെ പോകുന്ന ഒരു പോലീസ് ക്രൈം വിത്ത് ട്രാവലിംഗ് മൂവിയാണ്. എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു ചെറിയ സ്റ്റോറി. അപ്പോൾ അതിനകത്ത് ഏകദേശം ഒരു 10 20 പേരുണ്ടെങ്കിൽ ടോട്ടലി അതിനകത്ത് മെയിൻ ഓഫീസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം ഒരു 4 5 പേരാണ്. ബാക്കിയുള്ളത് കൺട്രോൾ റൂം, കൊച്ചു കുട്ടികൾ, അവരുടെ വീട്ടുകാർ, ഒരു സ്കൂള്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു സ്റ്റോറിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ 14 ജില്ലകൾ, അതായത് കേരളത്തിലെ 14 ജില്ലകളിൽ കൂടി കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരു സംഗതി കൂടി ഈ ഒരു മൂവിക്കുണ്ട്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി ആയിരിക്കാം 14 ജില്ലയിൽ കൂടി ഒരു സിനിമയിൽ പുറത്തിറക്കുന്നത്. അപ്പോൾ അത് OTT പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. കാരണം തിയേറ്ററിൽ നമുക്ക് വരാനുള്ള പൈസയോ അങ്ങനെ സെൻസർ ചെയ്യാനുള്ള സംഭവമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലിമിറ്റേഷൻസ് അനുസരിച്ച് നമുക്കൊരു ചെറിയ പ്ലാറ്റ്ഫോം മതി. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ ഒന്നും പിടിക്കാതെ വളരെ തുച്ഛമായ ആർട്ടിസ്റ്റുകളെ ഇട്ട് എനിക്ക് കഴിഞ്ഞ രീതിയിൽ പിന്നെ പ്രശ്നം ഉണ്ടാക്കാനും കടം വരാനും നെഗറ്റീവ് കേൾക്കാനും ഒന്നും തീരുമാനമില്ല. നെഗറ്റീവ് കേൾക്കാനുള്ള ഒരു മാനസികമായ സംഭവം എനിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ വളരെ തുച്ഛമായ ആൾക്കാരെ ഇട്ടിട്ട് നമ്മൾ കേരള പോലീസിൻ്റെ ഒരു സ്റ്റോറി പ്ലാൻ ചെയ്തു. ഇടയ്ക്ക് ഒരു കോള് വന്നായിരുന്നു. അപ്പം അങ്ങനെ കോളനി മൂവിയുടെ സർവ്വ വിഷമങ്ങളും നഷ്ടങ്ങളും കേസുകളും ഒക്കെ സഹിച്ച് ഈ കടബാധ്യതകളൊക്കെ തീർച്ചയായിട്ടും കലാഫീൽഡിൽ തന്നെ തീർക്കണം. കാരണം ഞാൻ ഇനി മുന്നോട്ട് ഒരു പ്രോജക്റ്റ് ചെയ്തെങ്കിലേ എൻ്റെ ഈ ചാനൽ മുന്നോട്ട് പോകുള്ളൂ. ഫേസ്ബുക്ക്, യൂട്യൂബ് എന്തെങ്കിലും ബെനിഫിറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ കടങ്ങളൊക്കെ തീരും. അത്യാവശ്യം ഭാവിയിൽ നല്ല നല്ല കുറേ ആർട്ടിസ്റ്റുകളെ വളർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ മരണം വരെയും അത്യാവശ്യം എൻ്റെ ജോബ് ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ പാഷൻ ഇതാണ്. അപ്പോൾ അതുമായിട്ട് എനിക്ക് അത്യാവശ്യം സിനിമാറ്റോഗ്രാഫി വലിയ ഇഷ്ടമാണ്. അതേപോലെ തന്നെ എഡിറ്റിംഗ് വലിയ ഇഷ്ടമാണ്. പിന്നെ ഡയറക്ഷൻ അത്യാവശ്യം എക്സ്പീരിയൻസുകളുണ്ട്. പിന്നെ എനിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കുറേ ആർട്ടിസ്റ്റുകളെ എനിക്കറിയാൻ സാധിക്കും. ഇപ്പോൾ കോളനി മൂവിയിലൊക്കെ വൻപൻ പ്രകടനം കാഴ്ചവെക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമുക്കവിടെ ഷൂട്ട് മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തികവും കൂടെ വേണമായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹവും നമ്മുടെ സാമ്പത്തികവും കൂടെ ആയപ്പോൾ ജസ്റ്റ് ഞാൻ അങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാവിയിലേക്ക് നല്ല നല്ല ആർട്ടിസ്റ്റുകൾക്ക് എനിക്ക് കുറേ അവസരങ്ങൾ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കുറച്ച് ബാധ്യതകളൊക്കെ തീരണമെങ്കിൽ കലയുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ധാരണയിലാണ് എന്തായാലും ചുമ്മാ നിൽക്കാതെ. എന്നാൽ ഔഡി പ്ലസിന്റെ ബഡ്ജറ്റ് 5 ലക്ഷമാണ്, കോളനി മൂവിക്ക് 25 ലക്ഷമാണ്. പക്ഷേ മാനസികമായി ഭയങ്കര പ്രയാസത്തിലും ഭയങ്കര ഡിപ്രഷനിലും ഒക്കെയാണ് കോളനി മൂവി തീർത്തത്. അപ്പം എനിക്ക് ഔഡി പ്ലസിലെ ഒരു ഗുണം പോലും കോളനി കൊണ്ട് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ സെലിബ്രിറ്റിയൊക്കെ വിട്ടു, ഒരുപാട് ആൾക്കാരെ സംരക്ഷിക്കുന്നതൊക്കെ വിട്ടു, ഒരുപാട് റിസ്ക് എടുക്കുന്നതിൽ നിന്നും മാറി കേരള പോലീസ് എന്ന് പറയുന്ന ഒരു 10-20 പേര്, അതിനകത്തൊരു 5 പേര് മതി. അവരെ മാത്രം തലയെ കൊണ്ട് നടന്നാൽ മതിയല്ലോ. അഥവാ ഇനി എന്തെങ്കിലും മൈന്യൂട്ട് ആണെങ്കിൽ തന്നെയും അവരെ കൊണ്ട് നടന്നാൽ മതിയല്ലോ. ബാക്കിയുള്ളവർക്കൊക്കെ ചെറിയ ചെറിയ കഥാപാത്രം കൊടുത്തിട്ട് പറഞ്ഞ് വീട്ടിൽ വിടാം 1-2 ദിവസം. ആരുടെയും ഷോയും അല്ലെങ്കിൽ പട്ടി ഷോയും കാര്യങ്ങളും അപവാദങ്ങളും ഒന്നും കേൾക്കണ്ട. അഥവാ ഇനിയിപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ചെവിക്ക് പിടിച്ച് തൂക്കിയെടുത്ത് കളഞ്ഞിട്ട് അടുത്ത ആളിനെ ഇടാൻ പറ്റിയൊരു സാധനം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോളനി മൂവിയിലൊക്കെ കുറേ കണ്ടിന്യൂറ്റി സീനുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുടക്കം ഒരാളെ ഇൻക്ലൂഡ് ചെയ്താൽ അവസാനം വരെയും അത് പോകണം. അത് അവരുടെ നന്മയ്ക്കായിട്ട് കൊടുത്തതാണ്. പക്ഷേ പലർക്കും അത് അത്ര സുഖിച്ചില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല. അപ്പം അത് വിട്, ആ ഒരു കേസായിട്ട് അവിടെ കൊണ്ട് നമ്മൾ വിട്ടു എന്നുള്ളതാണ്. അപ്പം എന്തായാലും കേരള പോലീസിന് ഏകദേശം ഒരു 5 പോലീസുകാരും 2 കുട്ടികളും പിന്നെ ഒക്കെ ഒത്തു. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഷൂട്ടിങ് പ്ലാൻ ചെയ്യാൻ തീരുമാനിച്ചു. ഷൂട്ടിങ് പ്ലാൻ ചെയ്യുന്ന അതിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. ഒരു 2 കുട്ടികൾ, ഇതിനകത്ത് മാസ്റ്റർ പീസായിട്ട് 2 കുട്ടികളാണ്. അപ്പോൾ ഈ 2 കുട്ടികളെ ഞാൻ പല ആൾക്കാരും വന്നിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ സാമ്പത്തികം മുടക്കാൻ വലിയ പ്രശ്നം. കാര്യം ഇവർ ഇത്രയും ദിവസം നമ്മൾ കൊണ്ടുനടന്ന് നമ്മുടെ ചിലവിൽ ഇവരെ ഷൂട്ട് ചെയ്യാനും വണ്ടിക്കൂലി കൊടുക്കാനും ഫുഡ് കൊടുക്കാനും റൂം എടുക്കാനും ഒന്നും നമ്മുടെ കയ്യിൽ പൈസയില്ല. അവർക്കൊരു പ്ലാറ്റ്ഫോം വേണം, അവരുടെ മക്കൾക്കൊരു ഓപ്പർച്യൂണിറ്റി വേണമെന്നുണ്ടെങ്കിൽ നല്ല കുറേ കഥാപാത്രമുണ്ട്. ആ കേരള പോലീസിൽ മെയിൻ കഥാപാത്രം ഈ കുഞ്ഞുങ്ങളും പോലീസുകാരും തന്നെ. അപ്പോൾ അവർക്ക് ഇമ്പോർട്ടൻറ്റ് നൽകിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അങ്ങനെ 2 പേരെ കാസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. തലേ ദിവസം വരെ, അതായത് ഷൂട്ടിങ്ങിന് നാളെയാണെങ്കിൽ ഇന്ന് വരെയും നമുക്ക് ഷൂട്ടിനുള്ള പൈസ കൊണ്ടുവരാം, നമ്മൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പിതാവ്, അതായത് 2 കുട്ടികളുടെ ഒരു പിതാവ് ചീറ്റ് ചെയ്തു, പറഞ്ഞ് പറ്റിച്ചു കളഞ്ഞു. അപ്പം ഏകദേശം നമുക്കൊരു നല്ലൊരു ഫണ്ട് അവിടെ ലോസായി. കാര്യം ആകെപ്പാട് ഒരു 5-6 പേരേ ഉള്ളൂ മെയിൻ ആർട്ടിസ്റ്റുകൾ. അവരൊക്കെ വെച്ച് ഫണ്ട് ഇടാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ
ആ സമയത്ത് തലേ ദിവസം എഗ്രിമെന്റും കാര്യങ്ങളൊന്നും എഴുതില്ല, വരും എന്ന് ഉറപ്പ് പറഞ്ഞിരുന്നു. ആ സമയമായപ്പോഴത്തേക്കിനും ഇവർ കാലൂരി. പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഇന്ന ആളാണ് എന്നെ വഞ്ചിച്ചത്, അല്ലെങ്കിൽ പറഞ്ഞു പറ്റിച്ചത് എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ ഞാൻ എടുത്ത് പരിചയപ്പെടുത്താറില്ല. ഇതൊക്കെ എൻ്റെ ലൈഫിൽ വന്നു പോകുന്ന കുറച്ച് വിഷമങ്ങൾ മാത്രം. അപ്പോൾ അതുകൊണ്ട് ആ 2 കുട്ടികൾ പോയപ്പോൾ പിറ്റേന്ന് ഷൂട്ടാണ്. ഷൂട്ടെല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുക. ക്യാമറമാനെ വിളിച്ച് സെറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വാഹനങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ ഏകദേശം ഈ 2 കുട്ടികളെ നാളെ രാവിലേക്കുള്ളിൽ റെഡിയാക്കണം. അതായത് ഇതിൻ്റെ ഫസ്റ്റ് ഷൂട്ട് മാഹിയിലാണ്. ഫസ്റ്റ് ഷൂട്ട് മാഹിയിൽ തുടങ്ങി, പിന്നെ അവിടുന്ന് കാസർഗോഡ് കണക്ട് ചെയ്തു. കാസർഗോഡ് നിന്ന് തിരിച്ച് കണ്ണൂർ, അങ്ങനെ മലപ്പുറം കയറി വരാം. കാര്യം ഓരോ ജില്ലയും തീർക്കണം. ഈ 14 ജില്ലയിൽ കൂടി സഞ്ചരിച്ചേ മതിയാകൂ ഷൂട്ടിങ്ങിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കുറച്ച് ക്രൂസ് എല്ലാം കൂടെ ഒത്ത് ഒരു 10-20 പേരുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് പോകാൻ ഒരു ഫോട്ടോഗ്രാഫറും പിന്നെ ഫൈസൽ ഇരുകായും ഞാനുമാണ്. അപ്പോൾ എൻ്റെ വണ്ടിയിൽ നിറയെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഈ വണ്ടിയുടെ ഒരു കാര്യം, ഷൂട്ടിന് പോകാൻ നാളെ ഒരു ഇന്നോവ എങ്കിലും മിനിമം വേണ്ടതാണ്. പക്ഷെ ആ ഒരു ഡേറ്റിൽ ഇന്നോവയും കാര്യങ്ങളും ഒന്നും കിട്ടുന്നുമില്ല. ഈ കൊച്ചുകുട്ടി പോയതിൻ്റെ ഒരു ടെൻഷനുണ്ട്. കാര്യം ഇവിടുന്ന് മാഹിയിൽ ചെല്ലുന്നതിന് മുന്നായിട്ട് 2 കുട്ടികളെ സെറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നാളത്തെ ഷൂട്ട് വേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 2 കുട്ടികൾ പോയപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഡിമ്മായി. കാര്യം സാമ്പത്തികവും കുറഞ്ഞു. ആ 2 കുട്ടികളെ ആഡ് ചെയ്യുകയും വേണം ഒറ്റ രാത്രി കൊണ്ട്. അപ്പോൾ ഒരു വല്ലാത്തൊരു സ്ട്രഗിളാണ്. അപ്പം ഞങ്ങൾ എന്തായാലും കായംകുളം ഹരിപ്പാട് പോയിട്ട് ഞങ്ങളൊരു ടാക്സി കാറാണ്, അതായത് ഇയോൺ ആണ് എടുക്കുന്നത്. കഷ്ടിച്ചൊരു 4 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ഇയോൺ ആണ് മാഹി വരെ പോകേണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് റെന്റ് എടുക്കുന്ന വീട്ടിൽ വണ്ടി ഇല്ലാത്തതിൻ്റെ പേരിൽ 5-6 ഇടത്ത് നോക്കി, എങ്ങും വണ്ടിയില്ല. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഗതികെട്ട് ഈ കുട്ടികളുടെ പിതാവ് നമ്മളുടെ കൂടെ വരാം എന്ന് പറഞ്ഞ ഒരു ദിവസമായതിൻ്റെ പേരിൽ അവരുടെ ഇച്ചിരി ഫണ്ട് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അവർ കാല് വാരിയപ്പോൾ എനിക്ക് ഷൂട്ടിന് പോകാൻ തന്നെ ഫണ്ടില്ല. കാരണം ബാക്കിയുള്ള കുറച്ച് ആർട്ടിസ്റ്റുകൾ അവിടെ വരുത്തതേ ഉള്ളൂ. അവിടെ വരുമ്പോൾ ഫണ്ട് സെറ്റ് ചെയ്ത് തരും എന്നുള്ള ഒരു ധാരണയിലാണ്. എന്തായാലും ഇതിൻ്റെ ഒരു കഥാപാത്രം എനിക്കൊരു 10,000 രൂപ അയച്ചു തന്നു. എനിക്കെന്തായാലും കരുനാഗപ്പള്ളിയിൽ നിന്നും മാഹി വരെ പോകണ്ടേ. അത്യാവശ്യം വണ്ടിക്ക് എണ്ണ അടിക്കണം, ചിലവ്, രാത്രി ഫുഡ് കഴിക്കണം, അതേപോലെ രാവിലെ ക്യാമറാമാൻ ഉണ്ട്, അവർക്ക് റൂം എടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്തായാലും കായംകുളത്ത് നിന്ന് വണ്ടി എടുത്തു, ഫോട്ടോഗ്രാഫറിനെയും കയറ്റി ഞങ്ങൾ എറണാകുളം ചെന്നു. അവിടുന്ന് ക്യാമറാമാൻ വേറെ വണ്ടിക്കകത്ത് വിട്ടു. മാഹിയിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഫൈസൽ ഇരുകായും കയറി. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി കുറച്ചങ്ങോട്ട് പോയപ്പോൾ എൻ്റെ ബാറ്ററി ലോ ആണ്. അങ്ങനെ ബാറ്ററി വണ്ടിക്കകത്ത് കുത്തിയിട്ടിട്ട് വണ്ടിക്കകത്ത് കയറുന്ന പോലില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ലൊക്കേഷൻ ഇട്ടേക്കുന്നത്, അതായത് മാഹി ഇട്ടേക്കുന്ന ആ ഒരു ലൊക്കേഷൻ മൊത്തവും ഇതിനകത്താണ്, അതായത് മൊബൈലിനകത്താണ്. എന്തിനു പറയുന്നു, കൂടെ ഇരിക്കുന്ന ഫൈസലിക്കായ്ക്കും ബാറ്ററി ലോ ആണ്. അപ്പോൾ അങ്ങനെ മാപ്പ് ഇട്ട്, എനിക്ക് കറക്റ്റായിട്ട് പോകാൻ അറിയില്ല മാഹി വരെ. അപ്പോൾ അതുകൊണ്ട് മാപ്പ് ഇട്ട് പോകാം എന്നുള്ള രീതിയിൽ വെച്ചിട്ട് എൻ്റെ ഫോണിനകത്ത് ചാർജ് ഇല്ല, ആരും വിളിച്ചാൽ കിട്ടുന്നതുമില്ല. അങ്ങനെ ഞങ്ങൾ ഇയോണിനകത്ത് ക്യാമറമാൻ അങ്ങ് പോയി. ക്യാമറമാൻ ടക്കേന്ന് പറഞ്ഞ് മാഹിയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ അതിരാവിലെ തന്നെ മാഹിയിൽ എത്തിയെങ്കിലേ ഷൂട്ട് നടക്കുള്ളൂ. കാര്യം അവിടെ അപ്പോഴത്തേക്കിനും ആർട്ടിസ്റ്റ് വരും, ക്യാമറ പോയിട്ടുണ്ട്, ഇനി നമ്മളും കൂടെ അവിടെ എത്തിയാൽ മതി. അങ്ങനെ ഞങ്ങൾ തുച്ഛമായ പൈസയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ വണ്ടി വിടുകയാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ കഥാപാത്രത്തിന് കുറച്ച് യൂണിഫോം, SIയുടെ കുറച്ച് യൂണിഫോം വേണം. അപ്പോൾ അതിനും കൂടെ എനിക്ക് തന്ന ഈ ഫണ്ടിനകത്ത് നിന്നും എടുത്തിട്ട് വേണം കൊടുക്കാനും. ടൈലറിങ് ചാർജും അതിൻ്റെ എക്യുപ്മെൻസും എല്ലാം. അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചപ്പോഴത്തേക്കിനും ഒരു 5,000 രൂപയോളം പോയി. പിന്നെ ഒരു 5,000 രൂപയുള്ളൂ ചിലവിനും വണ്ടിക്കൂലിക്കും. അങ്ങനെയാണ് നേരെ മാഹിയിലേക്ക് വിടുന്നത്. അങ്ങനെ എന്തിനു പറയുന്നു, ഫോട്ടോ നമ്മുടെ ഫൈസൽ കയറി പോകുന്നു. അപ്പോൾ ഫൈസലിക്ക ഫോൺ ബാറ്ററി ലോ ആയതുകൊണ്ട് പുള്ളിക്ക് തരാനൊരു മടി. കാരണം എന്ന് വെച്ചാൽ ആരെങ്കിലും വിളിക്കുന്നതല്ലേ, മാപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു പോകും എന്ന് പറഞ്ഞു. അപ്പം കൂടെ നിന്ന ഫോട്ടോഗ്രാഫർ പറഞ്ഞ് ആർക്ക് വേണ്ടിയിട്ടാണ് സിനിമ പിടിക്കാൻ പോകുന്നത്, ആർട്ടിസ്റ്റിൻ്റെ വളർച്ചയ്ക്ക് കൂടെ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എന്തായാലും ഫൈസലിക്കായും ഈ ഫോട്ടോഗ്രാഫറും തമ്മിൽ ചെറിയ തെറ്റുകൾ അവിടെ തുടങ്ങി. ഏതായാലും സംഗതി മൊത്തം സീൻ കൊണ്ടായി. കാര്യം കഴിഞ്ഞ പ്രാവശ്യമേ ഒരു ചെറിയ വർക്കിൽ വന്ന് ഈ ഫോട്ടോഗ്രാഫറും ഫൈസലിക്കായും ഒക്കെ അടിച്ച് തെറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഫൈസലിക്കായ്ക്കും ഈ ഫോട്ടോഗ്രാഫറെ പിടിക്കുന്നില്ല, ഫോട്ടോഗ്രാഫർക്ക് ഫൈസലിക്കായും പിടിക്കുന്നില്ല. എന്തായാലും ഫോട്ടോഗ്രാഫർ ഒരു 10-15 പ്രാവശ്യം വണ്ടി നിർത്ത്, ഞാൻ ഇറങ്ങിപ്പോട്ടെ എന്നൊക്കെ പറഞ്ഞു പുള്ളി ഭയങ്കര ഷൗട്ട് ചെയ്യാണ്. അപ്പം ഒരു നാളെ പ്രോജക്റ്റിന് തുടങ്ങാൻ പോകുന്ന ആ സമയം മുതൽ, അതായത് ആ വണ്ടിയിൽ നിന്ന് തന്നെ ഭയങ്കര നെഗറ്റീവും കാര്യങ്ങളൊക്കെ. കാര്യം എനിക്ക് 1000 കൂട്ടം ടെൻഷൻ. കാര്യം എപ്പോൾ അവിടെ എത്തും, എങ്ങനെ നാളെ ഷൂട്ട് തുടങ്ങും, അതിൻ്റെ കഥാപാത്രങ്ങൾ, അങ്ങനെ ടെൻഷനൊക്കെ അടിച്ച് എന്തായാലും തൃശ്ശൂർ ആ ഭാഗത്ത് എവിടെയോ ചെന്നപ്പോൾ വഴി തെറ്റി. ഞങ്ങൾ പാലക്കാട്ടേക്ക് പോയി. പാലക്കാട്ട് കറങ്ങി വരാൻ മാപ്പ് ഇട്ടപ്പോഴത്തേക്കിന് പാലക്കാട് വഴി കാണിക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ പാലക്കാട്ട് വഴി എങ്ങാണ്ട് കറങ്ങി കുറച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കിന് ഫോണും നിന്നു, എല്ലാം നിന്നു. അവസാനം തൃശ്ശൂർ കുറേ പോയിട്ടുണ്ട്. ഒരു 10-20 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്ന്. പാലക്കാട് റൂട്ട് കയറി പോകാമെന്ന് ഒരു മാപ്പിൽ കാണിച്ചാണ്. അങ്ങനെ ഞങ്ങൾ ടോൾ പ്ലാസയിൽ ചെന്നപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വണ്ടിയിൽ എണ്ണ കിടപ്പുണ്ട്, പക്ഷെ കയ്യിൽ പൈസ ഇല്ലാത്തൊരു അന്തരീക്ഷമായി. അപ്പോഴത്തേക്കിനും പൈസ ഏകദേശം എന്തൊക്കെയോ ചിലവായി പോയിട്ടുണ്ട്. ഞങ്ങൾ ആ ടോൾ പ്ലാസയ്ക്ക് പൈസ ഇല്ലാതെ ഞങ്ങൾ തിരിച്ചു ഓടുന്നു. വണ്ടി തിരിച്ച് വീണ്ടും തൃശ്ശൂർക്ക് വന്നിട്ട് ചോദിച്ചു പോവുകയാണ്. ചോദിച്ചു പോയി കുറച്ച് ഫ്രണ്ടിലെത്തിയപ്പോഴത്തേക്കിന് ഏതെങ്കിലും പമ്പിൽ കയറിയിട്ട് നമുക്ക് ഈ ഫോൺ ഒന്ന് ചാർജ് ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾ ഫോൺ ചാർജിങ്ങിലിട്ടു. അപ്പോൾ എൻ്റെ ഫോൺ ഓക്കെ ആയി. അങ്ങനെ ഞങ്ങൾ മാഹിക്ക് ലൊക്കേഷൻ ഇട്ടു. എന്തിനു പറയുന്നു, ലൊക്കേഷൻ നമ്മളെ ചതിച്ചു. കാരണം എനിക്ക് തോന്നുന്നു മാഹി 2 ഉണ്ടോ, തമിഴ്നാട്ടിലെങ്ങാണ്ടൊരു മാഹിയുണ്ട്, പിന്നെ കണ്ണൂർ മാഹിയുണ്ട്. ഏതായാലും ഞങ്ങൾ മാഹി വണ്ടി വിടുകയാണ്. കണ്ണൂർ ക്യാമറാമാൻ രാവിലെ എത്തി. ഞങ്ങൾ അതിരാവിലെ സമയം നോക്കിയപ്പോൾ ക്യാമറാമാൻ അവിടെ എത്താറായിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ എത്ര വണ്ടി വിട്ടിട്ടും വണ്ടി ഓടി കണ്ണൂരിലേക്ക് കയറുന്നില്ല. വേറെ റൂട്ടിൽ എവിടെയോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മഞ്ചേരിയൊക്കെ കാണുന്നുണ്ട്. മഞ്ചേരി, മലപ്പുറം ആ ഭാഗത്തു നിന്നൊക്കെ കിഴക്കോട്ട് വിട്ടു പോവുകയാണ്. അങ്ങനെ പോയി ഞങ്ങൾ മഞ്ചേരിയും കഴിഞ്ഞ് കുറേ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10-11 മണി, 10:30 കാര്യം ഷൂട്ടിംഗ് രാവിലെ 8 മണിക്ക് തുടങ്ങേണ്ടതാണ്. ഒരു 10 മണി ആയപ്പോഴത്തേക്കിന് പെണ്ണുങ്ങൾ, ക്യാമറമാനൊക്കെ ഈ കണ്ണൂർ സ്പോട്ടിൽ, നമ്മൾ ലൊക്കേഷൻ ഇട്ട് കൊടുത്ത സ്പോട്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഉള്ള മാഹിയിലുള്ള ഒരു ആർട്ടിസ്റ്റ് അവിടെ ഒരു വില്ല ബുക്ക് ചെയ്തു. നമ്മൾ വരും എന്ന് പറഞ്ഞിട്ട് ഒരു വില്ലയാണ് എടുത്തത്. അപ്പം ഞാൻ വിചാരിച്ച് രാത്രി തന്നെ അവിടെ എത്തുകയാണെങ്കിൽ എല്ലാവരുമായിട്ട് കണ്ട് കഥകളൊക്കെ പറഞ്ഞ് നാളെ രാവിലെ തന്നെ നമുക്ക് ഷൂട്ട് തുടങ്ങാം എന്നുള്ള രീതിയിലാണ്. അപ്പം അതിനിടയ്ക്ക് ഇത്രയും ടെൻഷൻ ഇടയ്ക്ക് തന്നെ 2 കൊച്ചുങ്ങളെ ഒപ്പിക്കണം, അതിന് ഫോണ് വേണം, മാപ്പ് കിടക്കുന്നത് ഫോണിനകത്താണ്. അങ്ങനെ ആകെപ്പാട് പള്ളിയാണ്. അപ്പോൾ ഫൈസലിക്കാട് ഒരു കമ്പനിക്കാരുണ്ട്, അത് വിളിച്ച് പുള്ളിയുടെ പേരങ്ങ് വിട്ടുപോയി. എന്തായാലും കോഴിക്കോടുള്ളതാണ്. പുള്ളി അടിക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ പുള്ളി 2 കുട്ടികളെ ഓക്കെ ആക്കാം എന്നുള്ളൊരു ധാരണയായി. എന്തായാലും നാളെ രാവിലെ 2 കുട്ടികളെ കിട്ടും, നമുക്ക് ഷൂട്ട് നടക്കും, അതൊരു സമാധാനമായി. എങ്കിലും നമ്മൾ വണ്ടി വിട്ട് പോയപ്പോൾ ലാസ്റ്റ് ക്യാമറാമാൻ വിളിക്കുന്നു, നിങ്ങൾ എവിടെയാണ്? ഞാൻ പറഞ്ഞ് ഏകദേശം ഞങ്ങൾക്ക് കാണിക്കുന്ന ഏകദേശം 2 മണിക്കൂർ കണ്ട് കാണിക്കുന്നുണ്ട് ഈ സ്പോട്ടിലെത്താൻ. അതായത് ഒരു മാഹി എന്ന് പറയുന്ന വേറെ ഏതോ ഒരു സ്ഥലമുണ്ട് അവിടേക്ക് എത്താൻ. അപ്പോൾ ഞങ്ങൾക്ക് ആകെപ്പാട് കൺഫ്യൂഷനായി. കാര്യം ഇത്രയും നേരത്തെ പോയ അവർ, നമ്മളോടൊപ്പം പോയ അവർ എപ്പോഴേ എത്തിയിട്ടുണ്ട്, നമ്മളിപ്പോഴും വണ്ടി വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് വഴി തെറ്റിയെന്ന് തോന്നുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ലൊക്കേഷൻ അവർ അയച്ചു തന്നപ്പോൾ ഏകദേശം 4 മണിക്കൂറോളം കണ്ട് യാത്രയുണ്ട് ഞങ്ങൾ നിൽക്കുന്നിടത്തു നിന്നും തിരിച്ച് ഇവർ നിൽക്കുന്ന സ്പോട്ടിലേക്ക്, അതായത് കണ്ണൂർ മാഹിയിലേക്ക്. പെട്ട്, കാര്യം വണ്ടിക്കകത്ത് എണ്ണയും കുറവാണ്. അങ്ങനെ ഏകദേശം തിരിച്ചു അവരിട്ടേക്കുന്ന ആ മാപ്പിൽ കൂടി തന്നെ ഞങ്ങൾ, ഇവർ ക്യാമറാമാനിൽ നിന്ന് പച്ച തെറി പറയുന്നുണ്ട്. കാരണം രാവിലെയായി, കാപ്പി കുടിക്കാൻ ഇറങ്ങിയില്ല, ഒരു ചായ അടിച്ചു, പൈസ ഷോർട്ടേജാണ്, കാപ്പി കുടിക്കാനും സത്യം പറഞ്ഞാൽ പൈസ ഇല്ലാത്തൊരു അന്തരീക്ഷം, ഒരു ഷൂട്ടിന് പോവുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ആ കുഞ്ഞുങ്ങളുടെ പിതാവ് വാക്ക് പാലിച്ചായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഒരു 10-80,000 രൂപ ഉണ്ടായിരുന്നു. ഈ 80,000 രൂപ കൊണ്ട് അവിടെ എത്തിപ്പെടാനും അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയേനെ. അവിടെ ചെന്ന് ഷൂട്ട് തുടങ്ങിയാൽ ബാക്കി പൈസകൾ കിട്ടും, അത് വേറൊരു കാര്യം. പക്ഷേ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വണ്ടി വിട്ടു. ക്യാമറാമാൻ പക്ക സ്ട്രഗിളാണ്. കാരണം എന്ന് വെച്ചാൽ പക്ക പുള്ളി തിരിഞ്ഞു. കാര്യം ഇന്നലെ കയറിയാണ്, ഇന്നലെ വൈകുന്നേരം വണ്ടി കയറിയാണ്, ഇന്ന് ഉച്ചയാകാറായി, ഇതുവരെയായിട്ടും എങ്ങും നിർത്തിയില്ല, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്, അങ്ങനെ ഭയങ്കര നെഗറ്റീവ്, എല്ലാവരും പ്രശ്നം. അപ്പോൾ തുടക്കത്തിൽ തന്നെ കേരള പോലീസിന്റെ തുടക്കത്തിൽ തന്നെ മനസ്സങ്ങ് നന്നായിട്ട് മടിച്ച്. എന്തിനു പറയുന്നു, ഞങ്ങൾ ഓടി ഒരു 10-20 കിലോമീറ്റർ എത്താറായപ്പോഴത്തേക്കും വണ്ടിയുടെ എണ്ണ തീർന്നു. അങ്ങനെ വണ്ടിക്കകത്ത് എണ്ണയില്ല, ആരുടെയും കൈ പൈസ ആയില്ല. അങ്ങനെ ഞാൻ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ഒരു 500 1000 രൂപയോളം കണ്ട് ഇടിയിപ്പിച്ചു. എന്നിട്ട് വീണ്ടും ഒരു 500 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ട് വീണ്ടും വണ്ടി വിടുകയാണ്. വണ്ടി വിട്ട് എന്തിനു പറയുന്നു, ഇവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. അതായത് ഒരു വില്ലയാണ്, മാഹിയിലൊരു വില്ലയാണ്. ആ വില്ലയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. അപ്പം അവിടെ ലേഡീസ് നിൽപ്പുണ്ട്, ക്യാമറമാൻ നിൽപ്പുണ്ട്, ഡ്രൈവറുണ്ട്, പിന്നെ മറ്റ് 2 ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് പരിപാടി അവിടെ ചെന്നിട്ട് ഒന്ന് ഫ്രഷ് ആവണം.
ഞങ്ങൾ എന്തായാലും ഒന്നും നോക്കിയില്ല. ഷൂട്ട് തുടങ്ങേണ്ട അന്നത്തെ ദിവസം ക്യാമറ വേസ്റ്റ് ആയിരുന്നു. ഇത്രയും ആർട്ടിസ്റ്റിൻ്റെ ഫുഡ്, ഷൂട്ട് നടക്കാതെ തന്നെ ഫുഡ്, താമസ സൗകര്യങ്ങൾ, ക്യാമറ റെന്റ്, വണ്ടിക്കൂലി ഇതെല്ലാം വേസ്റ്റായി. ഷൂട്ട് തുടങ്ങേണ്ട ദിവസം ഞങ്ങൾ എത്തിച്ചേരുന്നത് വൈകുന്നേരം ഒരു 4 മണിയോളമായി. അപ്പം അന്നത്തെ ദിവസം ഷൂട്ട് മുടങ്ങി, അതിൻ്റെ ഫണ്ട് മുടങ്ങി, റൂം റെന്റ് വെറുതെ പോയി, ഫുഡ് വെറുതെ പോയി, ക്യാമറയുടെ റെന്റും വെറുതെ പോയി. അങ്ങനെ ഞങ്ങളവിടെ രാത്രിയിൽ പുതിയതായിട്ട് 2 കുട്ടികൾ വന്നു. അതായത് ഫൈസലിക്കാട് കെയർ ഓഫിൽ ഒരു ബോയ്, ഒരു ചെറിയ കുട്ടി വന്നു. ഫൈസലിക്കാട് കെയർ ഓഫിൽ തന്നെ മറ്റൊരു കുട്ടിയും വന്നു, ഒരു പെൺകുട്ടി. അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങളിവിടെ റൂം എടുത്തു, എല്ലാവരുമായിട്ടും കഥയൊക്കെ പറഞ്ഞു. ഇന്നതാണ് നമ്മുടെ കഥ എല്ലാം പറഞ്ഞു. ഫുഡൊക്കെ കഴിച്ചു. അന്ന് ഇച്ചിരി ലാവിഷായിട്ട് തുടക്കമായതിൻ്റെ പേരിൽ 2-3 പേര് പൈസ തന്നു. കാര്യം ഈ പൈസ തന്നത് 10 രൂപ 5 രൂപ ഇതൊക്കെയുള്ള സംഭവം ഉള്ളായിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ. അതിനകത്ത് 2-4 പേരേ ഉള്ളൂ ഒരു 10-25 രൂപ വീതമൊക്കെ ഇടാം, അല്ലെങ്കിൽ 50 രൂപയോളം നമുക്ക് ഇടാം, നല്ല കഥാപാത്രമാണെങ്കിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കും നല്ല കഥാപാത്രം തന്നെയാണ്. കാര്യം മൂവിയുടെ തുടക്കം മുതൽ അവസാനം വരെയും ഉള്ള കഥാപാത്രം. അപ്പോൾ അതിന് ക്യാമറ വേണം, ഫുഡ് വേണം, ട്രാവൽ എക്സ്പെൻസ് വേണം, എല്ലാം വേണം. അപ്പം അതുകൊണ്ട് തന്നെ മറ്റൊരാളില്ല ഇതിനകത്ത് സഹായിക്കാൻ. അങ്ങനെ എന്തായാലും ഞങ്ങളവിടെ സ്റ്റേ ചെയ്തു. പിറ്റേന്ന് ഈ സാറിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് ഷൂട്ട്. ഗംഭീരമായ വലിയൊരു വീടാണ്. എന്തായാലും പുള്ളിയുടെ വീട്ടിൽ ഹെലി ക്യാമറയുണ്ട്, അതേപോലെ മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഫൈസലൊക്കെ കൊണ്ടുവന്ന ഒരു ബോയ്, ഗേൾസ്, ഒരു കൊച്ചുകുട്ടി ഇച്ചിരി പൈസ പറഞ്ഞു, അവരെന്തായാലും തന്നു. ഫൈസലൊക്കെ കൊണ്ടുവന്ന ഒരു ബോയ് ഒരു പോലീസ് ഓഫീസർ ആയിട്ട് അഭിനയിക്കാൻ വന്ന ഒരു ടീമുമാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും 2 കഥാപാത്രമാണ്. അപ്പോൾ എന്തായാലും ആ ഫണ്ടുകൾ ഉണ്ടല്ലോ, അവർ തരാമെന്ന് പറഞ്ഞാണല്ലോ. അപ്പോൾ നമ്മളൊരു 50 രൂപ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 രൂപയാണ്. അപ്പോൾ 2 കുട്ടികളുടെ നേരത്തെ ഉള്ള ഒരു 19,000 രൂപ അതും പോയി കിട്ടി. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2-3-4 പോലീസുകാരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വരാമെന്നും പറഞ്ഞിരുന്നു. പിന്നീട് ഒരാഴ്ചക്ക് മുന്നേ ഡള്ളായി, അതായത് വരുന്നില്ല എന്നുള്ള മട്ടും, ഫോൺ എടുക്കാതൊക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്ക് നെഗറ്റീവായി കാണും. നമ്മൾ പുതിയ സംവിധായകനല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും പ്രതീക്ഷയില്ലാത്തൊരു വരത്തില്ല. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഇട്ടിരുന്ന ബഡ്ജറ്റിൻ്റെ ഏകദേശം 2 ലക്ഷം രൂപ മാത്രം ആയി നമ്മുടെ ബഡ്ജറ്റ്. അത് തന്നെ പൂർണ്ണമായി കയ്യിൽ കിട്ടാത്ത ഒരു 10-60,000 രൂപ എങ്ങാണ്ടേ ഉള്ളൂ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഈ 60,000 രൂപ കൊണ്ട് 14 ജില്ല സഞ്ചരിക്കുക, എണ്ണ അടിക്കുക, ഫുഡ് കഴിക്കുക, എവിടെയെങ്കിലും താമസിക്കുക, അതേപോലെ തന്നെ ക്യാമറാമാന് കൊടുക്കുക, ആർട്ടിസ്റ്റ് വാങ്ങുക, ഇതൊന്നും നടക്കുന്ന കേസിട്ടല്ല. അങ്ങനെ എന്തിനു പറയുന്നു, പണി പോലെ. കാര്യം ഫസ്റ്റ് ദിവസം പൂജ ചെയ്തു, ആ വീടിൻ്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞു. അതായത് ഫസ്റ്റ് ആ സാറിൻ്റെ വീടാണ്, എസ്ഐയുടെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞു. അന്ന് രാത്രി അതിനകത്ത് 2-3 ആർട്ടിസ്റ്റിന് പോകണം. കാര്യം ലേഡീസാണ്, അവരുടെ സീൻ കഴിഞ്ഞു, അവരെ കൊണ്ടുവിടണം. അവരെ കൊണ്ട് സേഫായിട്ട് വിട്ടിട്ട് വേണം നമുക്ക് അടുത്ത സെറ്റിലേക്ക് നീങ്ങാൻ. അടുത്ത സെറ്റ് എവിടെയാണ്? മാഹിയിൽ നിന്നും നേരെ കാസർഗോഡാണ്. കാര്യം വടക്കേ അറ്റം മുതൽ നമുക്ക് ഇങ്ങോട്ട് വരാം, തെക്കോട്ട് വരാം. അവിടം വരെ സഞ്ചരിച്ചിട്ട് പിന്നെ തിരുവനന്തപുരത്ത് വന്നിട്ട് തിരിച്ചങ്ങോട്ട് പോയി ഷൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് വരാമെന്ന് പറഞ്ഞ് നേരെ ആ രാത്രിയിൽ തന്നെ, അതായത് രാവിലെ ഷൂട്ട് തുടങ്ങി, രാത്രിയായി. രാത്രിയിൽ ക്യാമറാമാനോ നമുക്ക് ആർക്കും റെസ്റ്റ് ഇല്ല. കാരണം അങ്ങനെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 ദിവസം ഷൂട്ടുള്ളത് 20 ദിവസമാവും. കാര്യം ഒരിടത്ത് സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് ഷൂട്ട് തുടങ്ങാനാണ്. അപ്പം രാത്രി ഞങ്ങൾ ചൂസ് ചെയ്തു. അതായത് ഈ രാത്രിയിൽ ഞങ്ങൾ ഇത്രയും ദൂരം സഞ്ചരിച്ചു. അപ്പം നമുക്ക് ഒരു പോലീസ് ജീപ്പ് വേണമായിരുന്നു ഈ സാറിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ മിഥുൻ എന്ന് പറഞ്ഞാൽ ഫൈസലിക്കാട് ഗെറോപ്പുള്ള ഒരു ടീം ഒരു ടവേര കൊണ്ടുവന്നു. അത് ടാക്സിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീല് ഇത്രയും ലോങ് ഒന്നും ഓടത്തില്ല, കാര്യം ടയർ പൊട്ടാറായിരിക്കുക. അപ്പോൾ ഈ മിഥുൻ എന്ന് പറഞ്ഞ പയ്യൻ പറഞ്ഞു, ഒരു ടയർ മാറി ഇട്ടെന്ന് കഴിഞ്ഞാൽ ഞാൻ വരാം, നമുക്ക് മാറാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ പൈസ ഭയങ്കര ഷോർട്ടേജ് ഉണ്ട്, തുടക്കമാണ്, സിനിമ തുടങ്ങിയതേ ഉള്ളൂ, ഷോർട്ടേജാണ്. കാര്യം പലരും ഫണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ല. അപ്പോൾ ഷൂട്ടിനും എനിക്കും അല്ലെങ്കിൽ ഒരു സിനിമയ്ക്കും ബാധിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത്. കാര്യം നമ്മളൊരു ഡേറ്റ് എടുത്ത് പോയി എല്ലായിടത്തും പറഞ്ഞു പോയി, എനിക്ക് തുടങ്ങാതിരിക്കാനും പറ്റത്തില്ല, എന്തായാലും ഒരു 5 ദിവസമെങ്കിൽ 5 ദിവസം ഷൂട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ചിട്ടാണ് പോയത്. എന്തിനു പറയുന്നു, ഞങ്ങൾ ഈ ലേഡീസിനെ കൊണ്ടുവിട്ടു. കുറേ ആൾക്കാർ ടവേരയിൽ കയറി, കുറച്ച് ആൾക്കാർ ഈ സാറിൻ്റെ ഇന്നോവയിൽ കയറി. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഇന്നോവയിൽ കയറി. ഞാൻ ചെന്ന ഇയോണ്, അതായത് ഞാൻ റെൻറ്റിന് എടുത്തുകൊണ്ട് പോയ ഇയോണ്, അതിനകത്ത് ഞാനും അത്യാവശ്യം വേറെ 1-2 പേരങ്ങനെ. അപ്പോൾ എനിക്ക് നല്ല ക്ഷീണമുണ്ട്, കാര്യം ഇത്രയും ലോങ്ങിലൊക്കെ വണ്ടി ഓടിച്ചതല്ലേ, എനിക്ക് റെസ്റ്റ് ഇല്ലല്ലോ, ടെൻഷനുമാണല്ലോ. അതുകൊണ്ട് തന്നെ
പലപ്പോഴും മയക്കുമരുന്നുണ്ട്. ഷാഹുൽ എന്ന് പറയുന്ന ഒരു ടീമായിരുന്നു. ഷാഹുലോ അങ്ങനെ മറന്നുപോയി, പേരങ്ങോട്ട് മറന്നുപോയി. എന്നാലും നമ്മുടെ കഥാപാത്രത്തിനകത്ത് നല്ല രീതിയിൽ നിന്ന് നമ്മുടെ സിനിമയിൽ ഭയങ്കര ആക്റ്റീവായിട്ട് നിന്ന ഒരു സുഹൃത്താണ് ഷൗക്കത്ത്. അപ്പോൾ ആ ഷൗക്കത്തും മാറി മാറി വണ്ടി ഓടിച്ചു. അങ്ങനെ എന്ത് തന്നെ ആയാലും ഞങ്ങൾ കാസർഗോഡ് എത്താറായ സമയത്ത് ഒരു കോള് വരുന്നു, പോയ ടവേരയുടെ ടയറ് പൊട്ടി വഴിയിലാണ്. സത്യം പറഞ്ഞാൽ ഇച്ചിരി ഫണ്ട് ഒരാൾ തരാറുണ്ട്, അദ്ദേഹത്തിന് ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഞാൻ റൂമിൽ ചെന്നത് കുത്തിയിട്ടെങ്കിലേ ഈ ഫണ്ട് എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇവർ വിളിച്ചിട്ട് ചോദിക്കുന്നത് എന്ത് വേണം, ഈ രാത്രി 2-3 മണിയായി, 2 മണിയോളമായി, കടയെല്ലാം അടച്ചിരിക്കുകയാണ്, എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനവിടെ ഇറങ്ങി നിന്നാൽ നമ്മളെല്ലാം, കാര്യം ക്യാമറാമാൻ അവിടെ ചെന്ന് നിൽക്കുകയാണ്, ലേഡീസും കാസർഗോഡ് ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവർക്കൊരു റൂം എടുത്ത് സേഫ് ആക്കിയില്ലെങ്കിൽ ക്യാമറാമാൻ രാവിലെ ഇറങ്ങത്തില്ല. കാരണം ഇച്ചിരി നേരമെങ്കിലും അവർക്ക് കിടക്കണം. ഹാർഡ് ഡിസ്ക് ഇന്ന് റെക്കോർഡ് ചെയ്ത സാധനമെല്ലാം കോപ്പി ചെയ്യണം. അങ്ങനെ ഞാനങ്ങ് നേരെ കാസർഗോഡ് ഒരു ലോഡ്ജ് എടുത്തു. അവിടെ നിൽക്കുമ്പോൾ ഈ ഇന്നോവയിൽ വന്ന ഈ ടവേരയിൽ വന്ന ഫൈസലിക്ക സഹിതം എല്ലാവരും ഉടക്കി. കാരണം ഞങ്ങളൊരു ആപത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ പോയി, ഇതാണെന്നൊക്കെ പറഞ്ഞ് അന്നൊരു ശകലം കഴിച്ചിട്ടുണ്ട് അവരൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കിക്ക് കൊണ്ട് ഇവർക്കൊരു കാരണം അറിയാതെ ഇവർ ഒരു മാനസികമായ ഡിപ്രഷനിലേക്ക് പോയി. എന്തിന് പറയുന്നു, ഞാൻ ആ ലോഡ്ജിൽ ചെന്നിട്ട് ഇച്ചിരി പൈസ അയച്ചു കൊടുത്തു. ഇവരെവിടെയോ ചെന്ന്, ബംഗാളി എങ്ങാണ്ടായിരുന്നു. അപ്പോൾ ബംഗാളി പറഞ്ഞു ഇപ്പം പറ്റത്തില്ല, രാവിലെ ആവട്ടെ. എന്തായാലും ഇവനെ ചെറുതായിട്ടൊന്ന് വിരട്ടി ചെറിയൊരു പഴയ ടയറൊക്കെ എടുത്തിട്ട്, ടവേരയുടെ ടയറൊക്കെ എടുത്തിട്ടുണ്ട്, ഇവർ വീണ്ടും കാസർഗോഡ് ഞങ്ങൾ കണ്ടുമുട്ടുകയാണ്. എന്തായാലും കാസർഗോഡ് ഇന്ന് രാത്രി കിടന്നിട്ട് നാളെ രാവിലെ ഷൂട്ട് തുടങ്ങണം. കുറച്ച് സമയമുള്ളൂ, ഒരു 2-3 മണിക്കൂറേ ഉള്ളൂ. ആ 3 മണിക്കൂറും എനിക്ക് ഉറങ്ങാനൊക്കില്ല. കാര്യം അവിടെ ചെന്നാൽ ഒന്ന് ബാത്റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷായി നാളത്തേക്കുള്ള സ്റ്റോറി തരംതിരിക്കണം, നാളത്തേക്കുള്ള ബഡ്ജറ്റ് എന്തൊക്കെ, കാര്യം ഇത്രയും ലോങ്ങിൽ കിടക്കുകയാണ്, ഫണ്ടും ഭയങ്കര ഷോർട്ടേജാണ്. അപ്പോൾ എന്തായാലും നാളെ രാവിലെ ഷൂട്ട് തുടങ്ങണമെങ്കിൽ ഫണ്ട് വേണം. കുറച്ച് ഫണ്ടെങ്ങാണ്ടേ എൻ്റെ കയ്യിലുള്ളൂ. നാളെ രാവിലെ എല്ലാവർക്കും ക്യാമറ, ടീമിനെല്ലാം കാപ്പി കുടിക്കണം, ആർട്ടിസ്റ്റുകൾക്കെല്ലാം കാപ്പി കുടിക്കണം, റൂം റെൻറ്റ് കൊടുക്കണം, തിരിച്ചിങ്ങോട്ട് കാസർഗോഡ് നിന്ന് വരാനുള്ള എണ്ണയും അടിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിലവാണ് ഇനിയുള്ളത്. അപ്പോൾ എന്തായാലും കേരള പോലീസിൻ്റെ എനിക്ക് തോന്നുന്നു 32ാമത്തെ എപ്പിസോഡ്, ഒരു 2 എപ്പിസോഡും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എപ്പിസോഡിനകത്ത് തന്നെ അടുത്തൊരു എപ്പിസോഡിൽ തന്നെ നിർത്താൻ ശ്രമിക്കാം. എങ്കിൽ അത് തീർന്നില്ല എങ്കിൽ ഒരു എപ്പിസോഡും കൂടെ നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും പിന്നീട് 2ാം ദിവസം ഉള്ള ഷെഡ്യൂൾ കുറച്ച് കഥകൾ പറയാനുണ്ട്. അപ്പോൾ എന്തായാലും കേരള പോലീസിൻ്റെ എൻ്റെ 3 സിനിമയിലും ഓഡി പ്ലസിൽ കുറച്ച് പണികൾ കിട്ടി, കോളനിയിൽ വലിയ പണികൾ കിട്ടി. കേരള പോലീസ് എന്ന് പറഞ്ഞ മൂവി ഒരുപാട് ആർട്ടിസ്റ്റിനെ ചുമക്കാൻ വയ്യാത്തത് കൊണ്ട് കുറച്ച് ആർട്ടിസ്റ്റിനെ എടുത്തുള്ളൂ. ചെറിയൊരു സബ്ജക്റ്റുമാണ്, അതിനകത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന പണികളാണ് ഈ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതെല്ലാം ഡയറക്റ്റ് അനുഭവിച്ചതിൻ്റെ പേരിൽ ഓരോ കാര്യങ്ങളും പഠിക്കാനും ശ്രദ്ധിക്കാനും കാര്യങ്ങളൊക്കെ പറ്റി. ആരെങ്കിലും പറഞ്ഞാൽ കേട്ടില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയ പാഠമാണ്, മറക്കാതിരിക്കാനുള്ള പാഠങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കേരള പോലീസിൻ്റെ 2ാമത്തെ ഷെഡ്യൂൾ, അതായത് 2ാം ദിവസത്തെ ഷൂട്ട് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ സംസാരിക്കാം. അതുവരെയും ബൈ.